ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൽ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭൂമിയുടെ മുകളിൽ സ്വർഗത്തിന് താഴെ പിതാവ് തന്നിരിക്കുന്ന ഒരൊറ്റ നാമം മാത്രമുള്ള മനുഷ്യവർഗത്തിന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. ആ നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. യേശു അല്ലാതെ വേറൊരു മാർഗവുമില്ല പിതാവിലേക്ക്, അല്ലെ? ഒരു വഴിയുമില്ല പിതാവിലേക്ക്. പല മനുഷ്യരും പല മതത്തിൽപ്പെട്ടവരും പറയുന്നുണ്ട് അവർക്ക് ദൈവവുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ, അല്ലെ? പക്ഷെ അവരൊന്നും യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുമില്ല. അപ്പോൾ യേശു തന്നെ പറഞ്ഞിരിക്കുന്നത്, എന്നെ റിജക്റ്റ് ചെയ്തിരുന്നവരൊക്കെ എന്നെ വിട്ടിരിക്കുന്നവനെ റിജക്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെ? എന്ന് വെച്ചു കഴിഞ്ഞാൽ യേശു അല്ലാതെ അവിടെ വേറൊരു മാർഗമില്ല ഈ ലോകത്തിൽ മനുഷ്യവർഗത്തിന് രക്ഷപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ അത് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുവല്ല ഒരു മാർഗമില്ല ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതിന് വേണ്ടി, അടുത്തായിരിക്കുന്നതിന്, പ്രസൻസിലായിരിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പം, പിതാവിലേക്ക് ആയിരിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ, അത് ഈ ലോകത്തിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമല്ല, നമുക്കും കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യേശുവല്ല ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വർക്കോ നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വർക്കുകളോ നമ്മൾ എടുക്കുന്ന ഉപവാസങ്ങളോ അങ്ങനെ ഒന്നും തന്നെയല്ല ദൈവവുമായിട്ട് നമ്മളെ അടുപ്പിക്കുന്ന ഒരൊറ്റ ഫാക്ടർ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രമാണ്. നമ്മൾ യേശുവിലാണെങ്കിൽ, യേശുവിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പിതാവിൻ്റെ അടുത്തായിരിക്കും നമ്മൾ. അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുക. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. സമയത്തായിട്ട് നന്ദി പറയുന്നു. വണ്ടർഫുൾ ഗോഡ്, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. കർത്താവേ, ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചതിനായിട്ട്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. രക്ഷപ്പെടുത്തിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ. വാട്ട് എ വണ്ടർ യു ആർ മൈറ്റി ഫാദർ ഗോഡ്. അങ്ങയുടെ കരുണ ഞങ്ങളെ തേടിയെത്തിയതാ. എന്നും ഞങ്ങളുടെ മാറോട് ചേർത്ത് നിർത്തുക അങ്ങ് ചെയ്യുന്നത്. ഒരിക്കൽ പോലും ഉപേക്ഷിച്ച് കളയുക. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങേക്കായിട്ടും പിതാവെ അങ്ങേക്കായിട്ടും നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. 14ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. 6ാമത്തെ വാക്കിൽ നിന്നാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പക്ഷെ 1 തൊട്ട് 6 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി വന്നാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്, പിന്നെയും ഒന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പൊ ഇത് യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ് തന്റെ ശിഷ്യന്മാരോട്, പക്ഷെ നമ്മളോട് ഉള്ള ഒരു പറഞ്ഞിരിക്കുന്നതാണ്. യേശു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, താൻ ഇതിനൊരു അവസാനത്തെ സമയത്ത്, അല്ലെ, പെസഹാന്റെ സമയമാവുന്നു. അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടാണ് യേശു ക്രിസ്തു. അപ്പോൾ തന്റെ ക്രൂശ് മരണത്തിന് സമയമായിരിക്കുമ്പോൾ ശിഷ്യന്മാര് ഹൃദയം കലങ്ങി പോകരുത് എന്ന് പറയുവാണ്. യേശു അവർക്ക് വേണ്ടി ഒരു മാൻഷൻ, ഇവിടെ വാസസ്ഥലം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരെ മാൻഷൻ എന്നൊരു പേര് ഉപയോഗിച്ചിരിക്കുന്നത്. മാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബംഗ്ലാവ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ചെറിയൊരു വീടിനെ പറ്റിയൊന്നുമല്ല, നല്ല കാര്യമായിട്ട് തന്നെ, അല്ലെ? അപ്പം നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തു പോകുന്നതിന് ശേഷം നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിയതിനു ശേഷം തിരിച്ചു വരുന്നു, അല്ലെ? അപ്പോ നമുക്ക് സ്വർഗത്തിലും പോണെങ്കിൽ യേശുവിലല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല, അല്ലെ? യേശുവിൽ കൂടി മാത്രമേ നമുക്ക് സ്വർഗത്തിലും പോകാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ പലരും പറയുന്ന പോലെ മുഹമ്മദിലും ബുദ്ധനിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് ചുരുക്കം. ഇനി 6ാമത്തെ വാക്യോടെ പറഞ്ഞിരിക്കുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. താൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. യേശുക്രിസ്തുവാണ് ജീവൻ. അവനാണ് ജീവന്റെ സോഴ്സ്, അല്ലെ? ജീവന്റെ ബിഗിനിങ് എന്ന് പറഞ്ഞ അവൻ തന്നെയാണ്. അപ്പൊ യേശുവായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തികളുടെ ഉള്ളിലും ജീവൻ ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ 15ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന മുന്തിരി എന്ന് പറഞ്ഞിരിക്കുന്നില്ല, അത് വള്ളി, അതിന്റെ ശാഖകളാണ് നമ്മള്. ആ ശാഖകള് ജീവൻ വേണമെങ്കിൽ മുന്തിരിവള്ളിയുമായിട്ട്
അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഉണങ്ങി പോവുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ജീവനാകുന്നു. നമ്മളിപ്പോ ഒന്നാമത്തെ കൊരിന്ത്യർക്കിലേക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോകും, ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന പവറാ, ദൈവത്തിൽ നിന്നുള്ള പവർ ആൻഡ് റൈച്ചസ്നെസ് ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ ആണ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. 13ാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ കൊരിന്ത്യർ 13ലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്നേഹത്തെ പറ്റിയാ വർണ്ണിച്ചിരിക്കുന്നത് ദൈവോട്. പക്ഷെ ആ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. സ്നേഹം കരുണയാകുന്നു, സ്നേഹം ബോസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പം അതവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിനെ പറ്റി. ആ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു എന്നുള്ളത്. പിതാവിന്റെ എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഇമേജ് അല്ലെ, പിതാവിന്റെ സ്വരൂപമാണ് യേശുക്രിസ്തു. അപ്പൊ പിതാവിന്റെ സ്വഭാവം അറിയണമെങ്കിൽ യേശുവിലേക്ക് നോക്കിയാൽ മാത്രം മതി അല്ലെ. അപ്പൊ പിതാവാണ് സത്യം, അപ്പൊ പുത്രൻ സത്യമാണ്, യേശുവാണ് വഴി അല്ലെ. ഇങ്ങനെ ഇവിടെ പറയും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശു മാത്രമാണ് സത്യം. സത്യം എന്നുള്ളത് ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു. ഇനി പറയാം, ഞാൻ മുഖാന്തരമല്ല ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഈ ലോകത്തിലെ മനുഷ്യരെ പറ്റി മാത്രമല്ല പറയുന്നത്, നമ്മളെ പറ്റിയും കൂടെ പറയുന്നത്. നമ്മളെ പറ്റി പറയുന്നത് വെച്ചാൽ നമ്മൾ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പത്തെ കാര്യത്തെ പറ്റിയല്ല പറയുന്നത്, വിശ്വാസത്തിലായിരിക്കുന്ന കാര്യത്തെ കൂടെ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിന്റെ അടുത്തേക്ക് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു. യേശുവിലായിരുന്നാൽ, യേശുവാണ് ഡോറെങ്കിൽ അല്ലെ. നമുക്കറിയാം 10ാമത്തെ ചാപ്റ്റർ, യോഹന്നാന്റെ 10ാമത്തെ ചാപ്റ്ററിൽ യേശു പറയുന്നത് ഞാൻ തന്നെയാണ് വാതില് അല്ലെ. എന്റെ ആട്ടുകുഞ്ഞുങ്ങള് എന്നിൽ കൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ലോകത്തേക്ക് പോകുന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശുവാണ് എന്താ പറയുക ഡോറ്, പിതാവിലേക്ക് ഉള്ള ഡോറ് അല്ലെ. യേശു വഴി അല്ലാതെ നമ്മൾക്ക് പിതാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കത്തില്ല. അപ്പോ നമുക്കറിയാം എഫേസ്യർക്കെതിരെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കും, 8ാമത്തെ വാക്കൊക്കെ എടുക്കുമ്പോൾ 8-9 എടുക്കും, ഇങ്ങനെ പറഞ്ഞു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന് ദാനമത്രേ, ആരും പ്രശംസിക്കാതിരിപ്പൻ പ്രവൃത്തികളും കാരണമല്ല. ഒരു പ്രവൃത്തിയും കൊണ്ടല്ല ദൈവം നമ്മളെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ കാര്യമാണ് അല്ലെ. യേശുവിനെ പോലെ ആയിത്തീരുമ്പോഴാണ് സാൽവേഷന്റെ പൂർണ്ണത വരുന്നത്. പക്ഷെ ഇന്ന് നടന്നിരിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ, നമ്മുടെ പാപത്തിന് ദൈവം പുറത്തു വന്നിരിക്കുക. അത് എന്താ പറയുക നടന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കൊണ്ടാണ്. നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മളിലേക്ക് ദൈവം ചൊരിഞ്ഞ ആ കൃപ, ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രീ ഗിഫ്റ്റ് ആണ് ജീവിതം എന്ന് പറഞ്ഞ സാൽവേഷൻ, ഫ്രീ ഗിഫ്റ്റ് ആണ് റൈച്ചസ്നെസ്, ഫ്രീ ഗിഫ്റ്റ് ആണ് നമുക്ക്. ഇത് 5ാമത്തെ ചാപ്റ്ററിൽ, റോമർക്കെഴുതിയ ലേഖനത്തിൽ 5ാമത്തെ ചാപ്റ്ററിൽ എഴുതിയിട്ടുള്ളത് അല്ലെ. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ റൈച്ചസ്നെസ്സും ഹോളി സ്പിരിറ്റ് ഗോഡും നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. എല്ലാം ദൈവത്തിൽ നിന്നുള്ള ഫ്രീ ഗിഫ്റ്റ് ആണ് അല്ലെ. നമ്മളൊന്നും നേടിയെടുത്തതല്ല, നമ്മുടെ പ്രവൃത്തികളല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അല്ല, നമ്മുടെ മഹിമയല്ല, നമ്മുടെ കുടുംബത്തിന്റെ വലിപ്പമല്ല, കുടുംബത്തിന്റെ പെരുമയല്ല, വലിയ എന്താ പറയുക പകലോൽമറ്റം കുടുംബത്തിൽപ്പെട്ടവരാന്ന് പറഞ്ഞ് നടക്കുന്ന അതൊന്നും അല്ല കാര്യം. അതൊന്നും കൊണ്ടല്ല, ഒന്നും തന്നെയല്ല. നമ്മളൊക്കെ എന്താ പറയുക ദൈവത്തിന്റെ കോപത്തിന് മാത്രം പാത്രമാകാൻ അർഹതപ്പെട്ടവരായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം പൊക്കിക്കൊണ്ട് വന്നാണ്, രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നാണ്, ഒന്നുകൊണ്ട് മാത്രം, കൃപ കൊണ്ട് മാത്രം. ആ കൃപ സാൽവേഷന് വേണ്ടി മാത്രമുള്ള കൃപയല്ല, ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിന് വേണ്ടിയുള്ള കൃപയാണ് അല്ലെ. ആ കൃപ നമ്മളെ നയിക്കുന്ന യേശുവിലേക്കാണ്. ആ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നതും യേശു വഴിയാണ് അല്ലെ. യേശുവിന്റെ ക്രൂശിലെ മരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ പാപം പൊറുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പിതാവിന്റെ പക്കലേക്കുള്ള വഴി എന്ന് പറഞ്ഞ ക്രൂശിതനായ യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം ഹീബ്രൂസിലേക്ക് പോകുമ്പോൾ അല്ലെ, എബ്രായ ലേഖനത്തിൽ 10ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് വേണ്ടി യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പുതിയതായിട്ട് ഉള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കോൺസിക്രേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു പുതിയൊരു വേ നമുക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് യേശുക്രിസ്തു പിതാവിന്റെ പക്കലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി. ആ വേ എന്ന് പറഞ്ഞാൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ശരീരം തന്നെയാണ് അല്ലെ. തൻ്റെ ശരീരമാകുന്ന ആ വേലിനെ, ആ ഒരു എന്താ പറയാ പിതാവിനും നമ്മൾക്ക് ഹോളി ഓഫ് ഹോളീസും നമ്മൾക്ക് തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു കർട്ടൻ ഉണ്ടല്ലോ, ആ കർട്ടൻ അല്ലെ, വേല്, അത് യേശുവിന്റെ ശരീരം അതിങ്ങനെ മുറിച്ചുകൊണ്ട് ആണ് അല്ലെ, കീറപ്പെട്ടുകൊണ്ടാണ് നമ്മൾക്ക് ആ
പിതാവിന്റെ പക്കത്തേക്ക് നമുക്ക് എൻട്രി തന്നിരിക്കുന്നത്. ദൈവം എൻട്രി നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? നമുക്ക് ഇന്ന് പോകാം. യേശു പിതാവിന്റെ വലഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വേണ്ടി ഇന്ന് മനുഷ്യനായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പിതാവിന്റെ വലഭാഗത്തേക്ക് നമ്മൾക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോ നമുക്കിനി റോമക്കെഴുതിയ ലേഖനത്തിലേക്ക് പോകാം. 5-ാമത്തെ ചാപ്റ്ററിന്റെ 1-2 വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, അല്ലെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവ മൂലം വിശ്വാസത്തിൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നത്. അപ്പൊ വിശ്വാസം, നമ്മൾ വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴേക്ക് ആ കൃപ നമ്മളെ തേടിയെത്തുകയും ആ കൃപ കൊണ്ട് നമ്മൾ യേശുവിലായിരുന്നപ്പോ, അല്ലെ, ആയിരിക്കുന്ന വ്യക്തികളെ പറ്റി പറഞ്ഞിരിക്കുക, അവർക്ക് പിതാവുമായിട്ട് എന്താ പറയാ സമാധാനത്തിലാകുകയും ആ കൃപയിൽ ഇന്ന് നമുക്ക് യേശുവിലുള്ള ആ വിശ്വാസം കൊണ്ട് നമുക്ക് കൃപയിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുകയും ആ കൃപ നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്നത്, അല്ല? അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമുക്ക് ആ കൃപയാണ് വേണ്ടത്. യേശുവിലായിരിക്കുക. യേശുവിലാണ് കൃപ ലഭിക്കുന്നത്. യേശുവിലാണ് സാൽവേഷൻ ഉള്ളത്. യേശുവിലാണ് നമുക്ക് വിശ്വാസം ഒക്കെ ഉള്ളത്. എല്ലാ പ്രോമിസിന്റെയും പൂർത്തീകരണമുള്ളതല്ല യേശുവിൽ തന്നെയാണ്. യേശു അല്ലാതെ വേറൊരു മാർഗവും ഇല്ല. നമ്മുടെ മുമ്പിൽ ദൈവം നമുക്ക് വേറൊരു മാർഗവും തന്നിട്ടില്ല. പിതാവിന്റെ പക്കത്തേക്ക് വരുന്നതിന് വേണ്ടി, അല്ലെ, നമ്മള് പിതാവുമായിട്ട് സമാധാനത്തിലാകുന്നതിന് വേണ്ടി യേശു എന്നല്ലാത്ത ഒരു മാർഗത്തെ പറ്റിയും ദൈവം പിതാവ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. നമ്മളെ നിലനിർത്തുന്നത്, വീഴാതെ നിലനിർത്തുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ കൃപ തന്നെയാണ് നമ്മളെ വീഴാതെ നിർത്തുന്നത്, അല്ലെ? യൂദയിലേക്ക് പോകുമ്പോൾ 1-ാമത്തെ ചാപ്റ്റർ, ഒറ്റ ചാപ്റ്റർ ഉള്ളല്ലോ, എന്റെ 24-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞു, നമ്മളെ വീണു പോകാതെ കാത്തു സൂക്ഷിക്കുക ദൈവം തന്നെ തന്റെ കൃപ കൊണ്ട്, അല്ലെ, കാത്തു സൂക്ഷിക്കുക നമ്മളെ ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ എങ്ങനെയാണ് ദൈവത്തിന്റെ കൃപയിൽ ഇങ്ങനെ നിലനിൽക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഒരു കാര്യം യേശുക്രിസ്തു പറയുക, എങ്ങനെയാ വെച്ചാൽ തന്നെ സ്നേഹിക്കുന്നവർ താൻ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്പാട് തന്നെ അനുസരിക്കുന്നു. ഇപ്പൊ നമ്മള് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവം പറയുന്ന ദൈവത്തിന്റെ കമാൻഡ്മെന്റ് അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെ, യേശു ഇങ്ങനെ പറഞ്ഞിരിക്കും, ഞാൻ തന്റെ പിതാവിന്റെ സ്നേഹത്തിൽ അബൈഡ് ചെയ്തു വസിച്ചവനാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ എന്റെ പിതാവിന്റെ കമാൻഡ്മെന്റുകൾ, അല്ലെ, പിതാവിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിച്ചതുകൊണ്ട്. അപ്പൊ അതുപോലെ നമ്മളോട് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമ്മള് ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെയധികം വരിക തന്നെ ചെയ്യും, അല്ലെ? അപ്പോ എനിക്കിന്ന് എന്താ പറയുള്ളത് വെച്ചാല്, ദൈവത്തിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം കൊണ്ടും പിതാവ് നമ്മളിലേക്ക് ചൊരിയുന്ന കൃപ കൊണ്ട് മാത്രമേ ഉള്ളൂ. ആ കൃപ നമുക്ക് കിട്ടുന്നത് യേശുവിലായിരിക്കുമ്പോഴാണ്. അത് മാത്രമാണ് നമുക്ക് പിതാവിന്റെ പക്കത്തേക്ക് നമ്മളെ കൊണ്ടുവരാൻ നമ്മളെ ക്വാളിഫൈ ചെയ്യുന്നത്. യേശുവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ, അല്ലെ, വിശ്വാസം മൂലം കൃപയുള്ളപ്പോൾ. അപ്പോ അതല്ലാതെ ഒന്നിനും തന്നെ നമ്മളെ പിതാവിന്റെ പക്കത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. നമ്മൾ പിതാവിന്റെ കൂടെ അല്ലെങ്കിൽ പിതാവിന്റെ സന്നിധിയിൽ അല്ല നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് ഒരിക്കൽ പോലും രക്ഷയില്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? അവന്റെ ചിറകിന്റെ കീഴിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ ടെസ്റ്റിമണി ഉണ്ടാകത്തുള്ളൂ, അല്ലെ? അവരെ മാത്രമേ ദൈവം പ്രൊട്ടക്ട് അവർക്ക് മാത്രമേ ഉള്ളൂ യേശുവിന്റെ ഒപ്പം ആയിരിക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? ഇറ്റേണിറ്റിയിൽ ദൈവമാണ് ഇറ്റേണിറ്റി, അല്ലെ? ദൈവത്തെ പറ്റിയുള്ള അറിവാണ് ഇറ്റേണിറ്റി, അല്ലെ? യേശു തന്നെയാണ് ഇറ്റേണിറ്റി നിത്യത എന്ന് പറയുമ്പോൾ. അപ്പോ അതെല്ലാം നമ്മൾ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല, അല്ലെ? പ്രവർത്തികൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാല് എന്താ പറയുക, പലപ്പോഴും നമ്മളും ഒക്കെ പലപ്പോഴായിട്ട് നമ്മൾ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാതെ, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാതെ എന്താ പറയുക, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചിരിക്കും പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഫാസ്റ്റിംഗ് പ്രയർ എടുക്കുക, അല്ലെ? ചില ആൾക്കാർ തലങ്ങും വിലങ്ങും ഫാസ്റ്റിംഗ് പ്രയർ എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെ? ദൈവമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി.
എന്ന് വെച്ച് കഴിഞ്ഞാല് ആം, അടുക്കുന്നതിന് വേണ്ടി അല്ല പ്രീതിപ്പെടുത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ചില ആൾക്കാര് ഇങ്ങനെ ഫാസ്റ്റിംഗ് പീരീഡ് എടുക്കും. അവർക്ക് ദൈവത്തിന്റെ ഒപ്പം ഇരിക്കുന്നതിന് വേണ്ടി ആ ഫാസ്റ്റിംഗ് പീരീഡ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിരിക്കുമ്പോ അപ്പൊ ആ ഭക്ഷണത്തിന് കഴിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന സമയമൊക്കെ ലാഭിക്കാൻ പറ്റും. അപ്പൊ ആ സമയത്ത് ദൈവമായിട്ട് സംസാരിക്കുക, ദൈവത്തോട് വർഷിപ്പ് ചെയ്യുക, അല്ലെ? വെറുതെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ? അങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാര് ഉണ്ട് കാര്യനേട്ടത്തിന് വേണ്ടി ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാര് പേടിച്ചിട്ട്, അല്ലെ? അയ്യോ, ഞാൻ ഫാസ്റ്റിംഗ് എടുത്തില്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും, അല്ലെ? ഫാസ്റ്റിംഗ് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അപ്പൊ ഫാസ്റ്റിംഗ് എടുത്തേ മതിയാവത്തുള്ളൂ. ഒരാഴ്ച ഒന്ന് ഫാസ്റ്റിംഗ് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെപ്പറ്റി ഓർത്ത് വെപ്രാളം എടുക്കുകയോ വേവലാതിപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർ. ഒരു ദിവസം ഒന്ന് ബൈബിള് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെ, വേവലാതിപ്പെടുന്നു. അയ്യോ, ഞാൻ എന്തോ പാവം ചെയ്തു എന്നൊക്കെ ഇങ്ങനെ വേവലാതിപ്പെടുന്ന ആൾക്കാര്. പക്ഷെ നമ്മളോട് ബൈബിള് വായിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നൊക്കെ തന്നെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യണം. പക്ഷെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണവശാൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ട് നമ്മളത് അതിനുവേണ്ടി, അല്ലെ, നിങ്ങൾ ചെയ്തു പോയല്ലോ എന്നുള്ള അതിനുവേണ്ടി അതൊന്ന് ആ പാപം ഒന്ന് എന്താ പറയാ മറികടക്കുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാവുന്നതാണ്. കുറെ ഒരു ചില ഡിനോമിനേഷൻ പെട്ടുന്ന ആൾക്കാര് കമ്മലെടുത്തല്, മാലെടുത്തല്, വെള്ളം ഉടുപ്പിടുന്നു. അതെല്ലാം വർക്കിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? നമ്മുടെ ശരീരത്തിന് മാത്രം ഹോളിനെസിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വെള്ളയും വെള്ളിട്ടുകൊണ്ട് നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഹോളി ആകത്തുള്ളൂ, ഞാൻ പരിശുദ്ധനാകത്തുള്ളൂ, ഞാൻ സെറ്റപ്പാർട്ട് ആകത്തുള്ളൂ എന്നുള്ളതൊക്കെ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ, അല്ലെ? നമുക്ക് പ്രവർത്തികൾ കൊണ്ട് ദൈവത്തിന്റെ പ്രീതി എന്താ പറയുക നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അല്ല ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുക, അവന്റെ കൃപയ്ക്ക് പാത്രങ്ങളായി തീരുക, അല്ലെ? അവന്റെ കൃപയ്ക്ക് പാത്രങ്ങളായി തീരുക. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിലേക്ക് വിശ്വാസം, അത് മാത്രമേ നമുക്ക് വേണ്ടതുള്ളത്. വിശ്വസിക്കുക, കണ്ണുമടച്ച് വിശ്വസിക്കാനുള്ള ഒരു മനസ്സ്. വിശ്വാസം കൊണ്ട് മാത്രമാണ് എബ്രഹാം റൈച്ചസ് ആണെന്ന് അറിയപ്പെട്ടത്. എബ്രഹാം ഒന്നും ചെയ്തത് കൊണ്ടായിരുന്നില്ല, അല്ലെ? ഐസക്കിനെ ബലി കൊടുക്കാൻ ദൈവം ചോദിച്ചപ്പോ എബ്രഹാമിനെ കൊണ്ടുപോകാൻ സാധിച്ചെങ്ങനെ വെച്ചാൽ വിശ്വാസം കൊണ്ട് മാത്രം. അപ്പൊ വിശ്വാസം അതാണ്. ആ വിശ്വാസം എബ്രഹാം ഉണ്ടായിരുന്നപ്പോ റൈച്ചസ് ആണെന്ന് തന്നെ ദൈവം മുദ്രകുത്തി, അല്ലെ? അപ്പൊ ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രം, യേശുവിലുള്ള ഒരു വിശ്വാസം കൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രമേ നമുക്ക് കൃപ ലഭിക്കത്തുള്ളൂ, ഗ്രേസ് കിട്ടത്തുള്ളൂ. ആ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിതാവിന്റെ വശത്തേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ പിതാവ് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തില് യേശുക്രിസ്തു ഫോം ചെയ്തിരിക്കണം, അല്ലെ? ഇങ്ങനെ ഗലാത്യ ചർച്ചിനെ പറ്റി പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നെന്ന് വെച്ചാല് നിങ്ങളുടെ ഉള്ളിൽ യേശു ജനിക്കുന്നത് വരെ, അല്ലെ, ഞാനിങ്ങനെ പേറ്റുനോവിലായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി പേറ്റുനോവിലായിരിക്കും അങ്ങനെ യേശു നിങ്ങൾ ജനിക്കുന്നതിന് വരെ, അല്ലെ? അങ്ങനെ എന്ത് വെച്ച് കഴിഞ്ഞാല് എന്താ പോൾ ഉദ്ദേശിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് യേശു ഫോം ചെയ്തിരിക്കും വിശ്വാസം കൊണ്ട്, അല്ലെ? പിതാവ് നോക്കുമ്പോൾ കാണുന്ന യേശുക്രിസ്തുവിനെ ആയിരിക്കണം. അങ്ങനെ യേശുക്രിസ്തു എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്ത്? വിശ്വാസത്തില്, കൃപയാല്, അല്ലെ? കൃപ കൊണ്ടാണ് നമ്മുടെ ഉള്ളില് യേശു ഫോം ചെയ്തു കഴിഞ്ഞാൽ ഒരു ആത്മീയമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരിക എന്നത്, അല്ലെ? അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് സാധിക്കത്തില്ല. പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ എങ്ങനെയൊക്കെ തലങ്ങും വിലങ്ങുമെന്ന് ശ്രമിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കത്തില്ല. കാരണം നമ്മുടെ പ്രവൃത്തിയൊക്കെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ, അല്ലെ? നമ്മൾ എത്രമാത്രം ഫാസ്റ്റിംഗ് എടുത്താൽ, എത്രമാത്രം നേരെ ഇരുന്ന് എന്താ പറയണേ സ്തോത്രം പറഞ്ഞെന്ന് പറഞ്ഞാലും എന്താന്ന് പറഞ്ഞാലും, അല്ലെ, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വർക്ക് പോലും എന്താ പറയുക ഒന്നും മതിയാകുന്നതല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മളുമായിട്ട് പിതാവുമായിട്ട് നമുക്കൊരു ബന്ധത്തിലായപ്പെടുന്നതിന് അതൊന്നും മതിയാവത്തില്ല. കാരണം പിതാവ് നോക്കുമ്പോൾ കാണുന്നത് മകനെ ആയിരിക്കണം നമ്മുടെ ഉള്ളില്, നമ്മുടെ പ്രവൃത്തികളെ ആയിരിക്കരുത്, അല്ലെ? മകനെ ആയിരിക്കണം, സ്വന്തം പുത്രനെ ആയിരിക്കണം കാണുന്നത്, യേശുക്രിസ്തുവിനെ ആയിരിക്കണം. ഗലാത്യർക്ക് ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിൽ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം നമ്മള് ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കും. അപ്പൊ യേശുവിലേക്ക് ബാപ്റ്റിസം എടുത്തിരിക്കുന്നവരെല്ലാം യേശുവിനെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നു, പുട്ട് ഓൺ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാകുമ്പോ പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശു ആയിരിക്കണം. യേശുവായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. പുറത്ത് യേശുവിനെ നമ്മൾ ധരിച്ചിരിക്കുന്നവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവ് നോക്കുന്ന പുത്രനെ മാത്രമാണ്.
അല്ലെ? പിതാവ് നോക്കുമ്പോൾ നമ്മളെയാണ് കാണുന്നതെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. അത് ശരിയാകത്തില്ല അല്ലെ? പക്ഷെ പുത്രനെയാണ് കാണുന്നതെങ്കിൽ ദൈവം നമ്മളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിനാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ 14 പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരൊറ്റ മാർഗ്ഗം മാത്രമുള്ളൂ പിതാവിലേക്ക് വരുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി. ദൈവത്തിലേക്ക് ഒരൊറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ അല്ലെ? ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിലും വിശ്വസിക്കാതിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും യേശു അല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. നമ്മൾ യേശു വിശ്വസിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൂട്ടാം, എനിക്കെന്നെ തോന്നിയാസത്തിന് ചെയ്തു കൂട്ടാം, അതൊന്നും ആ ഒരു ഗ്യാരണ്ടിയൊന്നും ദൈവം തരുന്നില്ല നമുക്ക്. അതിനുള്ള അവകാശമൊന്നും നമുക്ക് ദൈവം തരുന്നില്ല. യേശുവിലായിരിക്കും, യേശുവിന്റെ കൃപയിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക അല്ലെ? ജീവിതം നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. സാൽവേഷൻ തന്നെയല്ല, ജസ്റ്റിഫിക്കേഷൻ തന്നെയല്ല ഫ്രീ ഗിഫ്റ്റ്, ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയല്ല, റൈച്ചസ്നെസ് തന്നെയല്ല ഫ്രീ ഗിഫ്റ്റ്. നമ്മുടെ എൻ്റയർ ജീവിതം എന്ന് പറഞ്ഞു ഓരോ നിമിഷവും, ഓരോ എന്താ പറയുക സെക്കൻഡുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, അതെല്ലാം ഫ്രീ ഗിഫ്റ്റാണ്, യേശുവിൽ നിന്നുള്ള ഫ്രീ ഗിഫ്റ്റ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഫ്രീ ഗിഫ്റ്റ് എവിടെ നിന്ന് വരുന്നു? അവന്റെ കൃപ മാത്രമാണ് അല്ലെ? അപ്പൊ ആ കൃപയ്ക്കായിട്ട് നമുക്ക് അവനിലായിരിക്കാം, യേശുക്രിസ്തുവിലായിരിക്കാം. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്തായിട്ട് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മസ്റ്റ് ഗഡ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി കർത്താവേ. ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ കർത്താവ് ലോർഡ് ഫാദർ വർക്ക് വഴി റിലീജിയസ് മൈൻഡ് സെറ്റപ്പ് ആയിട്ട് കർത്താവ് ലോർഡ് ഫാദർ ഗഡ് ലീഗലിസ്റ്റുകളായിക്കൊണ്ട് കർത്താവെ അങ്ങനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാൻ അപേക്ഷിക്കുന്നു കർത്താവ് ലോർഡ് ഫാദർ ഗഡ്. അങ്ങയുടെ കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ജീവിക്കാനുള്ള കൃപ തന്നെ കർത്താവെ. താങ്ക് യു പ്രേസി വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകട്ടെ.